യുഎസിൽ കാണാതായ ഒരു ഇന്ത്യൻ വിദ്യാർത്ഥിയെ കൂടി മരിച്ച നിലയിൽ കണ്ടെത്തിയെന്ന വാർത്തയാണ് ഇന്ന് പുറത്തു വന്നത്. 3 ആഴ്ച മുൻപ് യുഎസിൽ നിന്ന് കാണാതായ 25-കാരനായ മുഹമ്മദ് അബ്ദുൽ അർഫാത്തിന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. ക്ലെവ്ലാൻഡിലെ ഓഹിയോയിലാണ് സംഭവം നടന്നത്. 2024 തുടങ്ങി വെറും 3.5 മാസങ്ങൾ മാത്രം പിന്നിടുമ്പോൾ അമേരിക്കയിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിക്കുന്ന ഇന്ത്യക്കാരുടെ എണ്ണം 11 ആണ്. ഇതിൽ 8 വിദ്യാർത്ഥികളാണെന്നതാണ് ഞെട്ടിക്കുന്ന വസ്തുത. കഴിഞ്ഞ വർഷം മെയ്യിലാണ് ഹൈദരാബാദ് സ്വദേശിയായ അർഫാത്ത് ഐടിയിൽ മാസ്റ്റേഴ്സ് ചെയ്യുന്നതിനായി യുഎസിലെ ക്ലെവ്ലാൻഡ് സർവകലാശാലയിൽ എത്തിയത്. കഴിഞ്ഞ മാസം 7-നാണ് അർഫാത്ത് വീട്ടുകാരുമായി അവസാനമായി സംസാരിച്ചത്. കാണാതായ അർഫാത്തിനെ കണ്ടെത്താൻ അധികൃതരുമായി ചേർന്ന് ശ്രമിക്കുകയാണെന്നാണ് എംബസി അറിയിച്ചിരുന്നത്. എന്നാൽ ഇന്ന് പുലർച്ചെ അർഫാത്തിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയതായി എംബസി സ്ഥിരീകരിക്കുകയായിരുന്നു. മാർച്ച് 7-നാണ് അർഫാത്തുമായി അവസാനമായി സംസാരിച്ചതെന്നും തുടർന്ന് മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നെന്നും അർഫാത്തിന്റെ പിതാവ് മുഹമ്മദ് സലീം പറഞ്ഞു. മാർച്ച് 19-ന് പിതാവ് സലീമിന് ഒരു അജ്ഞാത ഫോൺ കോൾ വന്നിരുന്നു. മയക്കുമരുന്ന് വിൽക്കുന്ന ഒരു സംഘം അർഫാത്തിനെ തട്ടിക്കൊണ്ടുപോയെന്നും $1200 വേണമെന്നുമായിരുന്നു വിളിച്ചയാളുടെ ആവശ്യം. എന്നാൽ ഏതു രീതിയിൽ പണം നൽകണമെന്ന് പറഞ്ഞില്ലെന്നും മകനുമായി സംസാരിക്കാൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ സമ്മതിച്ചില്ലെന്നും സലീം വാർത്താ ഏജൻസിയായ PTIയോട് പറയുകയുണ്ടായി. മാർച്ച് 21-ന് ഇന്ത്യൻ കോൺസുലേറ്റ് ജനറൽ അർഫാത്തിന്റെ കുടുംബവുമായി യുഎസിലെ അധികാരികളുമായി ബന്ധപ്പെട്ടിരുന്നു. എന്നാൽ കുടുംബത്തിന്റെ എല്ലാ പ്രതീക്ഷകളെയും വിഫലമാക്കിക്കൊണ്ടാണ് ഇന്ന് രാവിലെ അർഫാത്തിന്റെ മൃതദേഹം കണ്ടെത്തിയതായി എംബസി സ്ഥിരീകരിച്ചത്. ജനുവരി 15-നാണ് ആദ്യമായി 2 ഇന്ത്യൻ വിദ്യാർത്ഥികളെ സംശയാസ്പദമായ സാഹചര്യത്തിൽ യുഎസിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. തെലങ്കാനയിലെ വാനാപൃത്തിയിൽ നിന്നുള്ള 22-കാരനായ ജി ദിനേശും ആന്ധ്രാപ്രദേശിലെ ശ്രീകാകുളം സ്വദേശി 21 വയസ്സുള്ള നികേഷുമായിരുന്നു അത്. റൂംമേറ്റ്സ് ആയിരുന്ന ഇവരുടെ മരണകാരണം അജ്ഞാതമായി തുടരുകയാണ്. ജനുവരി 16-ന് ജോർജിയ സ്റ്റേറ്റിലെ ലിത്തോണിയ നഗരത്തിൽ ഹരിയാനക്കാരനായ വിവേക് സൈനിയെ മയക്കുമരുന്നിന് അടിമയായ ഒരാൾ ചുറ്റിക കൊണ്ട് തലയ്ക്കടിച്ച് ക്രൂരമായി കൊലപ്പെടുത്തി. 25-കാരനായ വിവേക് സൈനി 50ഓളം തവണ കൊലപാതകിയിൽ നിന്ന് ചുറ്റിക കൊണ്ടുള്ള അടിയേറ്റ് ക്രൂരമർദ്ദനത്തിനിരയായാണ് കൊല്ലപ്പെട്ടത്. ഇത് അമേരിക്കയിലെ ഇന്ത്യൻ സമൂഹത്തെ ഞെട്ടിച്ച സംഭവമായിരുന്നു. ജനുവരി 30-ന് മഹാരാഷ്ട്രയിൽ നിന്നുള്ള ഇന്ത്യാനയിലെ പർഡ്യൂ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥിയായ നീൽ ആചാര്യ ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ടു. ജനുവരി 28-ന് കാണാതായതിന് പിന്നാലെ 2 ദിവസത്തിന് ശേഷമാണ് നീൽ ആചാര്യയുടെ മൃതദേഹം കണ്ടെത്തിയത്. നീൽ ആചാര്യയുടെ മരണകാരണവും അജ്ഞാതമായി തുടരുകയാണ്. ഫെബ്രുവരി 5-ന് ഇന്ത്യാനയിലെ തന്നെ പർഡ്യൂ സർവകലാശാലയിലെ ഇന്ത്യൻ വിദ്യാർത്ഥിയായ സമീർ കാമത്തിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു. 23-കാരനായ സമീർ കാമത്തിന് അമേരിക്കൻ പൗരത്വവും ഉണ്ടായിരുന്നു. ഇന്ത്യാനയിലെ പർഡ്യൂ യൂണിവേഴ്സിറ്റിയിലെ തന്നെ വിദ്യാർത്ഥിയായിരുന്ന വെങ്കിട്ടരമണ പിത്തല മാർച്ച് 9-നാണ് അപകടത്തിൽ മരിക്കുന്നത്. തെലങ്കാനയിൽ നിന്നുള്ള 27-കാരനായ വെങ്കിട്ടരമണ പിത്തല ജെറ്റ് സ്കി അപകടത്തിലാണ് മരണപ്പെട്ടത്. വാടകയ്ക്കെടുത്ത യമഹ പേഴ്സണൽ വാട്ടർക്രാഫ്റ്റ് ജലാശയത്തിൽ ഓടിക്കുന്നതിനിടെ മറ്റൊരു വാട്ടർ ക്രാഫ്റ്റുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. മാർച്ച് 18-ന് ബോസ്റ്റണിൽ ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള അഭിജിത്ത് പരിച്ചുരു എന്ന 20-കാരനായ വിദ്യാർത്ഥി ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടു. അഭിജിത്തിന്റെയും മരണത്തിലുള്ള അന്വേഷണം വഴിമുട്ടി നിൽക്കുകയാണ്. ഇതിനുശേഷം കഴിഞ്ഞ വെള്ളിയാഴ്ച ഈ മാസം 5-ന് ഒഹയോയിലെ ക്ലിവ്ലാൻഡിൽ ഉമാർ സത്യസായി ഗദ്ദ എന്ന ഇന്ത്യൻ വിദ്യാർത്ഥിയുടെ മരണവും ഇന്ത്യൻ കോൺസുലേറ്റ് റിപ്പോർട്ട് ചെയ്തിരുന്നു. അമേരിക്കയിലെ ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ തുടർച്ചയായുള്ള മരണങ്ങൾ യുഎസിലെ ഇന്ത്യൻ വിദ്യാർത്ഥികളെയും ഇന്ത്യയിലെ അവരുടെ കുടുംബാംഗങ്ങളെയും ഞെട്ടിക്കുകയും ആശങ്കാകുലരാക്കുകയും ചെയ്തിട്ടുണ്ട്. യുഎസിലെ കണക്കുകൾ പ്രകാരം 2022-2023 കാലത്ത് 2.6 ലക്ഷം ഇന്ത്യൻ വിദ്യാർത്ഥികൾ യുഎസിലേക്ക് കുടിയേറിയിട്ടുണ്ട്. ഇത് മുൻ വർഷത്തെ അപേക്ഷിച്ച് 35% കൂടുതലാണ്.